വലാ യതനഫസു ഫിൽ ഇനാഇ, പാത്രത്തിലേക്ക് അവൻ ശ്വാസമയക്കുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മര്യാദയാണ്. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കൂല. ഈ ചൂട് കാലത്ത് ആളുകൾ പുറത്തുനിന്ന് കയറി വന്ന് ഫ്രിഡ്ജാണ് തുറക്കുക, ബോട്ടിലിൻ്റെ എടുക്കുക, അങ്ങോട്ട് തുറക്കുക, ഒരൊറ്റ ഒഴിക്കലാണ്. അതങ്ങോട്ട് തീരല കണക്ക്. കള 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 കളന്നാണ് പോകും. നമ്മളെ കുട്ടികളും എല്ലാവരും അങ്ങനെയാണ് കുടിക്കുക. ദാഹമൊക്കെ തീർന്നിട്ടാ പിന്നെ ആലോചിക്കുക ഹായ്ന്ന്. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിർത്തി നിർത്തി കുടിക്കണം, ശ്വാസം വിട്ട് കുടിക്കണം. അപ്പം അങ്ങനെ ശ്വാസം വിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൽക്കന്നെ ശ്വാസം വിടരുത്. അപ്പം എന്ത് ചെയ്യണം? കുറച്ച് കുടിക്കുക, ഗ്ലാസ് മാറ്റി വെക്കുക, വായിൽ നിന്നും മൂക്കിൽ നിന്നും മാറ്റി പിടിക്കുക, ശ്വാസം വിടുക. കാരണം ആ കുടിക്കുന്ന അവസരത്തിൽ തന്നെ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന, മൂക്കിലൂടെ അവൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഉച്ഛ്വാസ വായു അവൻ ബ്രീത്ത് ചെയ്യുമ്പോൾ അതവൻ കുടിക്കുന്ന പാനീയത്തിൽ വരുന്നത്, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്നത് ആരോഗ്യപരമായി തന്നെ തകരാറുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ആർക്കും സംശയമില്ലല്ലോ. അതാണല്ലോ ചൂടുണ്ടെങ്കിൽ നിങ്ങൾ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നത്. പിന്നെന്ത് ചെയ്യണം? മറ്റൊരു ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ആറ്റി കുടിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് അതൊന്നിങ്ങനെ കുറച്ച് തണുപ്പിക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഫാനുള്ളടത്ത് എസിലുള്ളടത്തൊക്കെ ഒന്നിങ്ങനെ അടുത്തേക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. എന്നാലും എന്ത് ചെയ്യരുത്? അതിലിങ്ങനെ ഊതി കുടിക്കരുത്. എന്തെങ്കിലും അതിൽ ചെറിയ കരടോ പ്രാണിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഊതിക്കളയാതെ കൈകൊണ്ട്, വൃത്തിയായിട്ടുള്ള കൈകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ അല്പം ചരിച്ചിട്ടോ ഒക്കെ. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ ഇസ്ലാമിന് പറയാൻ ബാക്കി? കുടിക്കുന്ന പാനീയം, കഴിക്കുന്ന ഭക്ഷണം, അതിലേക്ക് ശ്വാസം വീഴ്ത്തുന്ന ആ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാൻ പറഞ്ഞു. ഇസ്ലാം എന്ത് പറഞ്ഞു? കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഊതണ്ട. അതിലേക്ക് തനഫസ എന്ന് പറഞ്ഞ ബ്രീത്തിങ് ആണ്. ഇനി നഫ്ഹും വിരോധിച്ചിട്ടുണ്ട്. അതിലേക്ക് ഊതരുത്. നമ്മൾ ചൂടാറ്റി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഊതി കുടിക്കുക, ആ വിധത്തിലൊക്കെ ഉള്ളത് ഇസ്ലാം നമുക്ക് വിരോധിച്ചിരിക്കുകയാണ്. ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്ന നിലയ്ക്ക്, മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന നിലയ്ക്ക്, അത് താൻ കുടിക്കുന്ന പാനീയത്തിലേക്കോ വെള്ളത്തിലേക്കോ ആണെങ്കിലും മറ്റൊരാൾക്ക് കുടിക്കുന്ന പാനീയത്തിലേക്കോ വെള്ളത്തിലേക്കോ ഒക്കെ ആണെങ്കിലും അങ്ങനെ ശ്വാസം അയക്കുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ഇസ്ലാമിന് വലിയ കൃത്യവും കണിശവുമായ വ്യക്തമായ നിലക്കുള്ള നിയമങ്ങളുണ്ട്.